അപ്പോ 3-4 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ വൈറലായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാൽനട യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ കാൽനട യാത്ര എന്ന് എല്ലാവർക്കും കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക നമ്മളെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിനെയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ കേരളത്തിൽ നിന്ന് വിജയനെ കാണാൻ വേണ്ടി, നമ്മളെ തമിഴ്നാടിന് വിജയനെ കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് നടന്ന ഒരാളുണ്ട്, ഉണ്ണിക്കണ്ണൻ. അതിപ്പോ ഭയങ്കര വൈറലായി, ആളിപ്പോ നല്ല സെലിബ്രിറ്റി ഒക്കെ ആയിപ്പോയി. അതേപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ളത് നമ്മളെ സ്വന്തം നാടായ മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് നമ്മളെ തൊപ്പീനെ കാണാൻ വേണ്ടി, നമ്മുടെ യൂട്യൂബർ തൊപ്പിയെ കാണാൻ വേണ്ടിട്ട് എറണാകുളത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെയാണ് ആ വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചത്. അപ്പോ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോ നമ്മളൊരു ആഗ്രഹമാണ് നിറവേറ്റാൻ പോവാണ്. അപ്പോ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളെ തൊപ്പിനെ കാണാൻ എറണാകുളത്തേറ്റം നടന്നും അതേമാതിരി തന്നെ ലിഫ്റ്റ് അടിച്ച് ഒരു ചലഞ്ചായിട്ട് പോവാണ്. ട്രെയിനോ ബസ്സോ പൈസ കൊടുത്തിട്ടുള്ള പോക്കല്ല, ചലഞ്ച് ചെയ്തിട്ട് നടക്കുക, അതേമാതിരി ലിഫ്റ്റ് അടിക്കുക, കൈ കെട്ട നിർത്തുന്നതോടൊപ്പം കയറി പോവാ. അങ്ങനെ ചലഞ്ച് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. തൊപ്പിന്റെ ഗ്യാങ്ങിൽ കയറി പറ്റാൻ പൂതിയൊക്കെ ഉണ്ട്. കുറെ മെസ്സേജ് അയച്ചു, കുറെ ഫോണില് നമ്പറിൽ മെസ്സേജ് അയച്ചു, എടുക്കണില്ല. സൂപ്പർ ചാറ്റിൽ മെസ്സേജ് അയച്ചു, എടുക്കണില്ല. അപ്പൊ ഗ്യാങ്ങിൽ കയറി പറ്റാണെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും പോരും. കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ടെങ്കിലും പോരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് തൊപ്പിന്റെ അടുത്ത് എത്തിക്കണത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആണ് ആദ്യം ഇയാള് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇയാളുടെ ബയോയിലൊക്കെ പോയി നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി മൂപ്പര് തൊപ്പിയോടുള്ള ആരാധന മൂത്തിട്ടൊന്നല്ല മൂപ്പര് പോണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഇതിന് മുന്നും അതിന് മുന്നേ ഇയാളുടെ ഇൻസ്റ്റയിൽ നല്ലൊരു വീഡിയോ ഞാൻ കണ്ടുട്ടോ. ഇയാള് നമ്മളെ കിണറിന്റെ പണിക്കാരനാണ്. അങ്ങനെ കിണറിന്റെ പണി എടുത്ത് കിട്ടിയ പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് മൂപ്പര് നമ്മളെ മണാലിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിന് പിടിച്ചിട്ട് മണാലി പോയത്. അത് നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ വീഡിയോ മൂപ്പര് വിചാരിച്ച പോലെ ക്ലിക്കായില്ല, അങ്ങോട്ട് ക്ലിക്കായില്ല. ആള് വിചാരിക്കുന്ന പോലെ അത്യാവശ്യം നല്ല പ്രായമുണ്ട്, കല്യാണം കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്, മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ അത് വേറെ കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇയാളെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പൊ രണ്ടാമത് മൂപ്പര് അടുത്ത കണ്ടന്റ് ആയിട്ട് വന്നത് ഏതൊന്നാല് തൊപ്പിയെ കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ അതാണ് ട്രെൻഡ്. അതെ, തൊപ്പിയാണ് ട്രെൻഡ്. തൊപ്പിനെ പിടിച്ചാൽ എന്തായാലും വൈറലാവാനും പറ്റും. അങ്ങനെ ആ വിചാരിച്ച് മൂപ്പര് തുടങ്ങി. പക്ഷെ സംഭവം സെറ്റാട്ടോ. മൂപ്പര് എല്ലാ ഇപ്പൊ 1 lakh ഒക്കെ വീഡിയോയിൽ നല്ല ക്ലിക്കായി, നല്ല അവസാനം മൂപ്പര് വിചാരിച്ച പോലെ തന്നെ ആ വീഡിയോ തൊപ്പി കണ്ടതിന്റെ വീഡിയോന്റെ ക്ലിപ്പ് ഉണ്ട്, അത് നമ്മൾ കാണാം, റിയാക്ഷൻ. അപ്പൊ അങ്ങനെ ആള് നടന്നും ഓരോ വണ്ടിയിലൊക്കെ ലിഫ്റ്റൊക്കെ അടിച്ചിട്ട് മൂപ്പരിപ്പോ പാലക്കാട് ഇതിന് കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് കണ്ടപ്പോ 130 കിലോമീറ്റർ 100 കിലോമീറ്റർ ആള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൊപ്പിന്റെ വീഡിയോ കൂടി ഒന്ന് കണ്ടോക്കാം. റിയാക്ഷൻ വരും. തൊപ്പിന്റെ ലൈവില് ആരോ തൊപ്പിക്ക് അയച്ചു കൊടുത്താൽ തോന്നുന്നു ഇങ്ങനെ ഓരോരുത്തര് നമ്മളെ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിയതാവണം. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞു. അപ്പൊ നമ്മള് നിലമ്പൂരിന്ന് ചുങ്കത്തൂരിന്ന് യാത്ര തുടങ്ങിയപ്പോ വണ്ടൂര് എത്തിക്കണം. 16 കിലോമീറ്റർ താണ്ടിട്ട് നമ്മൾ യാത്ര. അതായത് കാൽനട യാത്ര. എന്നെ കാണാൻ വേണ്ടിട്ട് മലപ്പുറത്ത് നിന്നടുത്തേക്ക് നടന്നിട്ട് വരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഞാൻ പോകുന്നത് ഇത് തെറിവിളി കേൾപ്പിക്കാൻ വേണ്ടിട്ട്, എനിക്ക് തെറിവിളി കേൾപ്പിക്കാൻ വേണ്ടി. ചിലപ്പോ അയാളെ സ്നേഹം കൊണ്ട് ജെന്യൂനായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് കാരണം എനിക്ക് തെറിവിളി കേൾക്കാം. മൊത്തം ഊക്ക ഇതൊക്കെ ഇതിന്റെ കമന്റ്സ് ഒക്കെ തലച്ചോറ് നായ എന്താ കാട്ടുക. എറണാകുളത്തിന്റെ തൊപ്പിനെ കണ്ടിട്ട് ഒരു 7 വട്ടം അവനെ തവാഫും ചെയ്തോണ്ടി പറ്റുവാണ് അവന്റെ മുന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാണ്. ശേ ഇജ്ജ നിലമ്പൂർക്കാരെ പറയിപ്പരിച്ചല്ലോ ചങ്ങായി. കാര്യം നിലമ്പൂർക്കാരെ അല്ല, അങ്ങനെ ഞാൻ അങ്ങനെ പറയൂല. കാരണം പുള്ളി ചിലപ്പോ എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ ഇത് കുറച്ചെല്ലാം ആലോചിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഒന്ന് ആലോചിച്ചൊന്ന് വിളിച്ച് ചോദിക്കുക, എന്തെങ്കിലും ഒന്ന് അഡ്വൈസ് ചോദിക്കണമായിരുന്നു, ഉപദേശം ചോദിക്കണമായിരുന്നു, ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ചാടിക്കറി ഇങ്ങനത്തെ ഒന്നും ചെയ്യല്ല. വെറുതെ തൊപ്പി വെച്ച മഹാന്റെ ഹക്ക് ചാവ് വർക്കത്ത് കൊണ്ട് യാത്ര ഉദ്ദേശം മൂഞ്ചിപ്പിക്കണേ വടച്ച. നിലമ്പൂരിൽ ഇങ്ങനെയുള്ള വട്ടന ആദ്യമായിട്ട് കാണുകയാണ്. ശരിക്കും തൊഴിലില്ലായ്മ അവന്റെ യാത്ര സഫലാക്കി കൊടുക്കറബ്ബേ. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷം. എടാ ഞാൻ കാര്യം പറഞ്ഞത് ഇതൊന്നല്ല, വേറൊരു കോപ്പി വീഡിയോ വേറെ ഏതോ പേജിൽ ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് മൊത്തം തെറിവിളി. അതായത്
ഇതിലധികം എന്നെ പറയുന്നില്ല, ഇതിൽ ഓനെ പറയുന്നത്. പക്ഷെ ആ വീഡിയോയിൽ മൊത്തം എന്നെയാ പറയുന്നത്. ഞാൻ എന്ത് തെറ്റിയത് ഇവരിങ്ങനെ വരുന്ന തെറ്റേ? ഇതെനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് എന്നോട് ചോദിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാം, എന്നോട് ചോദിക്കുമ്പോ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. തൊപ്പി ഇത് റിയാക്ട് ചെയ്തതല്ല. തൊപ്പിക്ക് എന്താ വെച്ചാൽ തൊപ്പി ഇപ്പൊ നല്ല മാന്യമായിട്ട് ആരും ഒരു നല്ല രീതിയിൽ ആരും ഒരു വെറുപ്പിക്കാതെ ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അതിന്റെ ഇടയില് തൊപ്പിയുടെ പേരും പറഞ്ഞ് കുറച്ച് പേര് ഇങ്ങനെ വരുമ്പോ അവനൊരു മോശമാണ്. എന്തുവന്നാല് ഒരു നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ യുവാക്കളെ കൊണ്ട് അങ്ങോട്ട് തിരക്കാണ്. തൊപ്പി അടുത്ത് കോഴിക്കോട് വന്നിരുന്നു. കോഴിക്കോട് വന്നപ്പോ ഞങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ജനസാഗരമായിരുന്നു. എന്തുവന്നാല് അവന്റെ ഫാൻസ് കുട്ടികൾ മാത്രമല്ല, ഒരുപാട് മുതിർന്നവരായാലും ഒരേപോലെ തന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്ന വന്ന് അവന്റെ നല്ലപോലെ സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ലെവലിൽ നിൽക്കുന്ന സമയത്ത് അവനെ പിടിച്ചാലേ റീച്ച് കിട്ടുള്ളൂ എന്നുള്ളൊരു ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാവർക്കും വൈറലാണ്, റീച്ച് ആണ്. എന്ത് പറഞ്ഞാല് ഇയാൾക്കായാലും ഈ ഫൈസലിന് വന്ന ആൾക്കായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടണം അങ്ങനത്തെ ചിന്തയിലാവും. പക്ഷെ അത് ബാക്കിയുള്ളവരുടെ കമന്റ് ബോക്സിൽ ഇട്ടങ്ങോട്ട് വേരകയാണ്. നമ്മൾ ഉണ്ണിക്കണ്ണ അതാ ചെയ്തത്. ഉണ്ണിക്കണ്ണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരുപാട് ഹേറ്റേഴ്സ് അവൻ നടക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും അവനെ കുറ്റം പറഞ്ഞു. ഈ തടിയും വെച്ച് നീ എങ്ങനെ നടക്കണ്, അങ്ങനെ ഒരുപാട് കളിയാക്കി. പക്ഷെ വിജയിനെ കണ്ട് വന്നു കഴിഞ്ഞിട്ട് അവന്റെ ഫോളോവേഴ്സ് 2 ലക്ഷം എത്ര കഴിഞ്ഞു. അപ്പൊ അതാണ്. പിന്നെ ഒരുപാട് ഉദ്ഘാടനങ്ങളിലും ഒരുപാട് സെലിബ്രിറ്റി ആയി പോയി. ഇപ്പൊ ആളെ വലിയ സോഷ്യൽ മീഡിയയിൽ കാണില്ല. പക്ഷെ ആൾ ഇന്നാലും ഒരു കിടിലായിരുന്നു. അത്രയും നടന്നല്ല നല്ല പണി എടുത്ത ലക്ഷ്യത്തിലെത്തി. അതേപോലെ ഇതും ഒരു സഫലമാവട്ടെ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇത് എന്നാല് ഇങ്ങനെ ഒരു വീഡിയോ. പക്ഷെ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇത് യുവാക്കൾ കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് കണ്ടിട്ട് ഒരു ഇനി അടുത്ത വരുന്ന ആൾക്ക് ഇതൊരു നമുക്കൊരു നല്ലൊരു മെസ്സേജ് ആവണം. ഇതിപ്പോ എന്താ വെച്ചാല് നമ്മളെ റീച്ച് ആവാൻ വേണ്ടി ചെയ്യുന്ന പണിയാകുമ്പോ ഇത് ചില മക്കള് കാണും. ഇവന്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് മക്കളുണ്ട്. ഇത് മക്കൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 15 വയസ്സ് 20 വയസ്സിന് താഴെ ചെക്കന്മാർ കാണും. അപ്പൊ അവരെന്താ വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നാളെ എനിക്കും നടന്നു പോവാലോ, അല്ലെങ്കിൽ സാഹസികമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് അവരും വിചാരിക്കും. ഇപ്പൊ തന്നെ പല ന്യൂസിലും യൂട്യൂബേഴ്സിനെ കാണാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറയാതെ ഇറങ്ങി പോകുന്ന കുട്ടികളുടെ ന്യൂസുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതേപോലെ തൊപ്പിനെ കാണാൻ എന്നും ഓരോരുത്തർ വരുന്നുണ്ട്. അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ ആൾക്കാർ ക്യൂ ആണ്. അവർ താമസിക്കുന്ന ഇതിന്റെ ഫ്രണ്ടിൽ ഓരോരുത്തർ വന്ന് രാത്രിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു മെസ്സേജ് പോകുന്നത് തെറ്റായ രീതിയിലേക്കാണ് തന്നെയാണ് അതിലേ നമ്മൾ പറയുന്നത്. പിന്നെ അതിലത്തെ കമന്റ് ബോക്സിൽ മറ്റേ ബാഡ് കമന്റുകൾ ഒരുപാടുണ്ട്. പിന്നെ കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി തൊപ്പിന്റെ ഭാഗത്ത് തൊപ്പി നന്നായി വന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചിലര് ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേനും വീണ്ടും ആ നെഗറ്റീവിലേക്ക് വീണ്ടും പോകും എന്നുള്ളൊരു പേടിയും പുള്ളിക്കുണ്ട്. പിന്നെ നല്ലൊരു മെസ്സേജ് അല്ല ഇതിൽ നിന്ന് കിട്ടാനുള്ളത്. ഇതുകൊണ്ട് ബാക്കിയുള്ളവര് ചെറിയ കുട്ടികള് ഇത് കണ്ടുങ്ങാണ്ട് ഇതേപോലെ പോവാൻ നിൽക്കരുത്. അത് തെറ്റല്ല. അതൊരു നല്ല പരിപാടിയല്ല. എന്ത് പറഞ്ഞാല് അതിൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ട് തെരഞ്ഞെടുക്കുക. ഇതുപോലുള്ള മണ്ടത്തരം എന്നല്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം നിലയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഫാമിലി ആയിട്ട് ഇയാളുടെ സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞ് അതിന്ന് ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഫൈസലിന്റെ യാത്ര എന്തായാലും സക്സസ് ആവട്ടെ എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നല്ലപോലെ ചെയ്യാം. നമ്മളെന്തായാലും ഫൈസലിന്റെ ഇൻസ്റ്റാഗ്രാം ID നമ്മളെ കമന്റ് ബോക്സിൽ ലിങ്ക് ഇടാം. അത് ആവശ്യമുള്ളവർ പോയി കാണുക. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യാം. അതേ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതേപോലെ ആരും ചെയ്യാൻ നിൽക്കരുത്. ഇത് വീട്ടുകാരും ശ്രദ്ധിക്കണം മക്കളെ. ഇതേപോലത്തെ ചിലപ്പോൾ ഒരു ദിവസം കാണാതായി കഴിഞ്ഞാൽ ആള് ചില ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നന്നായിരിക്കും. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. എല്ലാരും ഇതിനൊരു അവയർനെസ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇതൊന്നാല് ഇങ്ങനത്തെ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഇത് തൊപ്പി തന്നെ പറയണ്ടേ, ഇത് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു അഡ്വൈസ് കൊടുത്തേനെ. എന്ത് പറഞ്ഞാൽ എന്റെ പേര് കളഞ്ഞു കുളിക്കണ പോലെയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ഈ കാര്യം സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷെ ഇതേപോലത്തെ ചെയ്യാതിരിക്കാം. എന്ത് ബാക്കിയുള്ളവർക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കണം. എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മെസ്സേജ് വേണം. പക്ഷെ ഇതൊരു നല്ലൊരു മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. അപ്പോ മക്കളോട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കണ്ട് അനുകരിക്കാതിരിക്കുക. നല്ല നല്ല ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.